പ്രിയപ്പെട്ടവരെ, അദ്കാറുൽ മസായിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഓതാനുള്ള ആയത്തുകളും ചൊല്ലാനുള്ള ദിക്റുകളൊക്കെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇതുകൊണ്ടൊക്കെ കിട്ടുന്നൊരു ഒരു സന്തോഷവും സമാധാനവും കേവലം ദുനിയാവിൽ മാത്രം ഒതുങ്ങാതെ ആഖിറത്തിൽ കൂടി സന്തോഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് റജബ് മാസമാണ്, ഏറെ പ്രാധാന്യം കൽപ്പിക്കേണ്ട മാസമാണ്. റമളാന് മഹത്വമുണ്ടായത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന് ശേഷമാണ്. അതിനു മുമ്പ് റമളാന് പ്രത്യേകിച്ച് മഹത്വമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ റജബിന്റെ മഹത്വം ആരംഭിച്ചത് അള്ളാഹു ലോകത്തെ പടച്ചത് മുതലാണ്. മഹാനായ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാരൊക്കെയും റജബിന്റെ ഫളായിൽ ഉൾക്കൊണ്ടവരും അത് സമൂഹത്തെ അറിയിച്ചവരുമാണ്. റമളാൻ ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. റജബിനെ ആദരിക്കാതെ ഒരു കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ റജബിന്റെ ഫളായിൽ പ്രത്യേകമായി എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു. അറേബ്യയിലെ അറിയപ്പെട്ടൊരു ഗോത്രമായിരുന്നു മുളർ ഗോത്രം. ഇവര് വലിയ അക്രമികളായിരുന്നു. എന്നാൽ റജബ് മാസം വന്നാൽ പിന്നെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആയുധം അവര് തൊടുമായിരുന്നില്ല. ഒരു കല്ല് പോലും അവരെടുക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില ഗോത്രങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരുമ്പോൾ റജബിലേ വരൂ. എന്തുകൊണ്ട്? അവർക്ക് മുളർ ഗോത്രക്കാര് താമസിക്കുന്ന ഏരിയയിലൂടെ കടന്നു വരണം. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അവര് പറയും, നബിയെ, ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. ഒരുപാട് കാലം നിങ്ങളുടെ അടുക്കൽ താമസിച്ച് പഠിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നബിയേ, ഈ റജബങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരിക്കലും നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. കാരണം മുളർ ഗോത്രക്കാര് താമസിക്കുന്ന ഏരിയയിലൂടെയാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ടത്. അവര് കൊന്നുകളയും. ഞങ്ങളുടെ കയ്യിലുള്ള മുതലൊക്കെ കൊള്ളയടിച്ച് ഞങ്ങളെ കൊന്നുകളയുന്ന സ്വഭാവക്കാരാണവർ. എന്നാൽ റജബ് വന്നാൽ പിന്നെ അവർ ആയുധം തൊടില്ല. റജബിലെ റഹ്മത്താണ്, റജബിലെ ജീം ജൂദാണ്, റജബിലെ ബാ ബറകതാണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമുക്ക് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നിയ്യത്തോടുകൂടെ നമുക്ക് പ്രവേശിക്കാം. പതിവ് പോലെ സൂറത്തുൽ ഹശ്റിലെ ആ അവസാനത്തെ ആയത്തുകൾ തലയിൽ കൈവച്ച് തന്നെ നമുക്ക് ചൊല്ലാം. മുത്ത് റസൂല് പറഞ്ഞതുപോലെ, റസൂലുള്ള ഇജാസത്ത് തന്നതുപോലെ ആ നിലയിൽ തന്നെ ചൊല്ലാം. സന്തോഷത്തോടുകൂടെ അള്ളാഹുവിന്റെ കബൂലിയത്ത് പ്രതീക്ഷിച്ച് മുഅ്മിനീങ്ങളെ ഉസ്താദുമാര് ചൊല്ലിത്തരുമ്പോൾ അക്ഷരശുദ്ധിയോടുകൂടെ ചൊല്ലണം. ഈ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ നന്മയിൽ നമ്മുടെ വീട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ പങ്കാളികളാക്കണം. അള്ളാഹു ദുനിയാവും ആഖിറവും നമുക്ക് സന്തോഷമാക്കി അനുഗ്രഹിക്കട്ടെ. أعوذ بالله السميع العليم من الشيطان الرجيم. 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 بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. وتلك الأمثال نضربها للناس لعلهم يتفكرون.
هو الله الذي لا إله إلا هو هو الله الذي لا إله إلا هو عالم الغيب والشهادة عالم الغيب والشهادة هو الرحمن الرحيم هو الرحمن الرحيم الله الذي لا إله إلا هو هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر العزيز الجبار المتكبر سبحان الله عما يشركون سبحان الله عما يشركون والله الخالق البارئ المصور هو الله الخالق البارئ المصور له الأسماء الحسنى له الأسماء الحسنى يسبح له ما في السماوات والأرض يسبح له ما في السماوات والأرض وهو العزيز الحكيم وهو العزيز الحكيم അല്ലാഹ് നീ കബൂലാക്കണം റബ്ബേ, നീ സ്വീകരിക്കണം റബ്ബേ. ഈ ആയത്തിന്റെ സന്തോഷം ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെയും നീ മാപ്പാക്കി തരണമേ റബ്ബേ. ദോഷത്തിന്റെ കറകൾ കൊണ്ട് മലീമസമായ കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥ വരുത്തരുതേ റബ്ബേ. അല്ലാഹുവേ, ഈ മജ്ലിസ് ദുനിയാവിലും അതിലുപരി ആഖിറത്തിലും ഞങ്ങൾക്കൊക്കെ വലിയ മുതൽ കൂട്ടാവുന്ന മജ്ലിസാക്കണമേ റബ്ബേ. സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഏറെ പ്രധാനപ്പെട്ട ആയത്തുകൾ, സഹാബികൾ പതിവാക്കിയിരുന്ന ആയത്തുകൾ, ഹബീബായ നബി തങ്ങൾ പതിവാക്കുകയും ഉമ്മത്തിന്റെ രക്ഷക്കായി ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരോടും എല്ലാ ദിവസവും ചൊല്ലണേ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ആയത്തുകൾ. ഹാത്താനി ആയത്താനി അമാനും മിൻ കുല്ലി മക്റൂ, വെറുക്കപ്പെടുന്ന സകല കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്ന ആയത്താണ് ഈ 2 ആയത്തുകളെന്ന് പറഞ്ഞ് മുത്ത് റസൂല് പരിചയപ്പെടുത്തിയ ആയത്തുകൾ നമുക്കോതാ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ നിന്ന് രക്ഷ കാംക്ഷിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം لقد جاءكم رسول من أنفسكم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم حريص عليكم بالمؤمنين رؤوف رحيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا
إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم فإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم فإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا عليه هو توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش وإن العظيم تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم اللهم يا رب جبريل ويا رب ميكائيل ويا رب إسرافيل ويا رب عزرائيل ويا رب محمد صلى الله عليه وسلم ചൊല്ലിയ ആയാത്തുകൾ കബൂലാക്കണമേ റബ്ബേ. അതിൻ്റെ ബറക്കത്ത് ജീവിതത്തിലുടനീളം അനുഭവിക്കാൻ തൗഫീഖ് നൽകണമേ റബ്ബേ. ഞങ്ങളെ വീട്ടിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും നൽകണമേ അല്ലാ. പൈശാചിക ശുറൂറിൽ നിന്ന് പൂർണ്ണമായ കാവൽ നൽകണമേ തമ്പുരാനേ. സകല മുഫ്തിനീങ്ങളുടെ ഫിത്നയിൽ നിന്നും മുഫ്സിദീങ്ങളുടെ ഫസാദിൽ നിന്നും ളാലിമീങ്ങളെ ദുൽമിൽ നിന്ന് കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ശൈത്താന്റെ സകലമാന ശർറിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ നൽകണമേ അല്ലാ. എല്ലാ ശർറുകളിൽ നിന്നും പൂർണ്ണമായ സലാമത്ത് നൽകണമേ അല്ലാ. ഈ അദ്കാറുകളുടെയും ആയാത്തുകളുടെയും ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകണമേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ നടത്തുന്ന ഒരു പ്രാർത്ഥന പോലും വെറുതെയാവില്ല എന്നതാണ് സത്യം. ഇവിടുന്ന് അതിന് ഡയറക്റ്റ് ഇജാബത്ത് കിട്ടിയോ ഇല്ലേ അതല്ല വിഷയം. ദുആഇന്റെ ഇജാബത്ത് എന്നാൽ അത് മൂന്നാൽ ഒരു രൂപത്തിലായിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
ഒന്നിരിക്കെ ആ ചോദിച്ച കാര്യം തന്നെ കൊടുക്കും. അത് ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കും, ചിലപ്പോൾ വൈകിട്ട് കൊടുക്കും. രണ്ടും മുത്ത് റസൂലിന്റെ ദുആക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ള ദുആ ചെയ്തപ്പോൾ ഉരുളക്കുപ്പേരി പോലെ ഇജാബത്ത് കിട്ടിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് മുത്തുനബിയോട് പറഞ്ഞു, പൊന്നാര നബിയെ, ഉദുല്ലാഹ ലി ഉമ്മി അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണം. എന്തിനാ ദുആ ചെയ്യേണ്ടത്? അവർക്ക് ഹിദായത്ത് കിട്ടാൻ. ഞാൻ സാധാരണ എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ, അങ്ങനെയാണ് മറുപടി പറയാറുള്ളത്. പക്ഷെ നബിയെ, ഇന്ന് ഞാൻ ക്ഷണിച്ചപ്പോൾ നിങ്ങളെ കുറിച്ച് ഒരിക്കലും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ എൻ്റെ ഉമ്മ പറഞ്ഞു. ഇനിയും അത് പറഞ്ഞാൽ ഞാൻ ഉമ്മയെ അടിച്ചു പോകും. അതും എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു സംഗതിയാ. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണം. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. ആണ്ട് ദുആ ചെയ്തു. അബൂ ഹുറൈറ തങ്ങൾ പറയാ, റസൂലുള്ള ദുആ ചെയ്തല്ലോ എന്നുള്ള സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വാതിലുള്ളിന്ന് കുറ്റിട്ട് ഞാൻ വാതിലിന് മുട്ടി. അപ്പൊ ഉമ്മ വിളിച്ചു പറയുന്നുണ്ട്, നിക്ക് അബൂ ഹുറൈറ, ഞാൻ കുളിക്കുകയാണ്, ഇപ്പൊ വരാ. അല്പം നേരം ഞാൻ കാത്തു നിന്നു. ഉമ്മ വന്നിട്ട് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, ലക്കിനി ഷഹാദ, എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരൂ. ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. ഉമ്മ പറഞ്ഞു, എനിക്ക് നബിയെ കാണണം. ഉമ്മയെയും കൂട്ടി റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് ഞാൻ പോയി. ഉരുളക്കുപ്പേരി പോലെ ദുആക്ക് ഇജാബത്ത് കിട്ടി. എന്നാൽ ഈ റസൂൽ തന്നെ മറ്റു ചില സന്ദർഭത്തിൽ ദുആ ചെയ്തിട്ട് കൊല്ലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. കഅബാലയത്തിന്റെ പരിസരത്ത് സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല മുത്ത് റസൂലിന്റെ പെരടിയിലിട്ടിട്ട് വിഷമിപ്പിച്ചു കളഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചിട്ട് ഒരു ദുആ നടത്തുന്നുണ്ട്. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉത്ബ, അല്ലാഹുമ്മ അലൈക ബി ശൈബ. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് റസൂലുള്ളാഹി ദുആ ചെയ്തു. പക്ഷെ ആ ദുആക്ക് ഇജാബത്ത് കിട്ടിയത് എത്ര വൈകിട്ടാ. അതും നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, മദ്ലൂമിന്റെ ദുആ. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ചുള്ള ദുആ, മത്താഫിൽ വെച്ചുള്ള ദുആ, എല്ലാ അർത്ഥത്തിലും ദുആക്ക് ഇജാബത്തിന് ഏറെ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ബദറിലാണ് ഈ ദുആന്റെ ഇജാബത്ത് ഇറങ്ങിയത്. അപ്പൊ ദുആന്റെ ഇജാബത്ത് ഒന്നിരിക്കാ ചോദിച്ചു തന്നെ കൊടുക്കും. അത് ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കും, ചിലപ്പോൾ വൈകിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ചോദിച്ചത് കൊടുക്കൂല, അതിനേക്കാൾ അനിവാര്യമായത് എന്താണോ അത് കൊടുക്കും. ചിലപ്പോൾ അവൻ ചോദിച്ചത്, പടച്ചോനെ റബ്ബേ, എനിക്ക് എൻ്റെ ഗൾഫിലേക്ക് ഒരു വിസ ശരിയായി കിട്ടണം എന്നായിക്കാരം. പക്ഷെ ആ വിസ ശരിയാവില്ല. അതിനേക്കാൾ അനിവാര്യമായ എന്തോ ഒരു സംഗതി അള്ളാഹു നിറവേറ്റി കൊടുക്കും. അല്ലെങ്കിൽ വലിയ ആപത്ത് ബല മുസീബത്ത് അള്ളാഹു മാറ്റി കൊടുക്കും. ഇടക്കിടക്ക് ഒരു തലവേദന ഉണ്ടാവാറുണ്ട്. തലവേദന ശിഫയാക്കണേ റബ്ബേ എന്നിങ്ങനെ ദുആ ചെയ്യും. പക്ഷെ തലവേദന മാറിയിട്ടുണ്ടാവില്ല. അതിന്റെ ഫലമായി ഇവൻ അള്ളാഹു ക്യാൻസർ കണക്കാക്കിയിരുന്നു. ആ ക്യാൻസർ അള്ളാഹു ഒഴിവാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിലോ ഇവൻ ഇവിടുന്ന് കൊടുക്കാതെ ആഖിറത്തിലേക്ക് കൊടുക്കാമെന്ന് കരുതി അള്ളാഹു അത് നീക്കി വെക്കും. അങ്ങനെ പല ആളുകൾക്കും ഓരോ ദുആഇന്റെയും ഫലം ആഖിറത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ പടച്ചോനോട് ദുനിയാവിൽ തന്നെ ഇജാബത്ത് കിട്ടിയ ആളുകൾ പറയുമത്രേ, അള്ളാഹുവേ, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ദുആന്റെ ഇജാബത്ത് നീ ഇങ്ങോട്ട് പിന്തിച്ചാൽ മതിയായിരുന്നു എന്ന് ദുനിയാവിൽ നിന്ന് ഇജാബത്ത് കിട്ടിയവർ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഏതൊരു ദുആ ദുനിയാവിൽ നിന്ന് നിങ്ങൾ നടത്തിയോ അതിന് ഏത് രൂപത്തിലുള്ള ഇജാബത്താണ് ഞാൻ കണക്കാക്കിയതെന്ന് അടിമയ അല്ലാഹു ബോധ്യപ്പെടുത്താതെ പരലോകത്ത് നിന്ന അടിമക്ക് മറികടക്കാൻ കഴിയില്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു നിലയിൽ ഇജാബത്ത് ഉണ്ടാകും. അപ്പോൾ ഈ പ്രാർത്ഥനകളൊന്നും വെറുതെയാവില്ല. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇതിനൊന്നും ആമീൻ ഇല്ലേ റബ്ബേ? അള്ളാഹു കബൂലാക്കി തരട്ടെ. അള്ളാഹു ദുആക്ക് ഇജാബത്തുള്ള മജാലിസിൽ നമ്മുടെ മജ്ലിസിൽ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് തേടാം. നിങ്ങൾ ഇഖ്ലാസോടുകൂടെ ഈ അദ്കാറുൽ മസായിലേക്ക് കടന്നു വരൂ. ചൊല്ലിത്തരുന്ന ദിക്റുകൾ വളരെ ഇഖ്ലാസോടുകൂടെ തന്നെ ചൊല്ലാൻ ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ
الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد أمسينا وأمسى الملك لله أمسينا وأمسى الملك لله والحمد لله والحمد لله لا إله إلا الله وحده لا شريك له لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير له الملك وله الحمد وهو على كل شيء قدير ربي أسألك ربي أسألك خير ما في هذه الليلة خير ما في هذه الليلة وخير ما بعدها وخير ما بعدها وأعوذ بك وأعوذ بك من شر ما في هذه الليلة من شر ما في هذه الليلة وشر ما بعدها وشر ما بعدها ربي أعوذ بك أعوذ بك من الكسل من الكسل وسوء الكبر وسوء الكبر ربي أعوذ بك ربي أعوذ بك من عذاب في النار من عذاب في النار وعذاب في القبر وعذاب في القبر أمسينا وأمسى الملك لله أمسينا وأمسى الملك لله رب العالمين رب العالمين اللهم إني أسألك اللهم إني أسألك خير هذه الليلة خير هذه الليلة فتحها ونصرها ونصرها ونورها ونورها وبركتها وبركتها وهداها وهداها وأعوذ بك وأعوذ بك من شر ما فيها من شر ما فيها وشر ما بعدها وشر ما بعدها അള്ളാഹു ഓരോ ദിക്റിനും കബൂലിയത്ത് നൽകട്ടെ. ആമീൻ. ഓരോ ദിക്റിനും ഓരോ ഫലങ്ങളുണ്ട്, അതൊക്കെ അനുഭവിക്കാൻ അള്ളാഹു വിധി നൽകട്ടെ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിലേക്കാണ്. നോക്കൂ, നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഈ റജബിലൊക്കെ ചെല്ലാനുള്ള സൗഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സൗഭാഗ്യമാണ്. ഇത് ഷഹ്റുൽ ഇസ്തിഗ്ഫാറാണ്, ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള മാസം. ബയ്യൽ സഹീഫതക സൗദാ ഫീ റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി ചൊല്ലി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ الخلق كلهم شهر حرام نطا من أشهر حرام إذا دعا الله داع فيه لم يخب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ദോഷം കൊണ്ട് കറുത്തുപോയ ഏടുകളെ വെളുപ്പിക്കേണ്ട മാസമാണ് റജബ് മാസം. ചെയ്തുപോയ ദോഷങ്ങൾ മനസ്സറിഞ്ഞ് കാരുണ്യക്കടലായ റബ്ബിനോട് പറഞ്ഞ് പൊറുക്കലിനെ തേടേണ്ട മാസം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആ ഇസ്തിഗ്ഫാറിന്റെ നേതാവാണ്. സമുദ്രനുരകൾക്ക് സമാനമായ ദോഷങ്ങളുണ്ടെങ്കിലും അബ്ദ് മനസ്സറിഞ്ഞ് റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു പുറത്തു തരുന്ന മാസം. അല്ലാഹുവേ സ്വീകരിക്കണമേ അല്ലാ, കബൂലാക്കണേ അല്ലാ.
ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി اللهم أنت ربي ലാ ഇലാഹ ഇല്ലാ അൻത لا إله إلا أنت ഖലഖ്തനീ വഅന അബ്ദുക خلقتني وأنا عبدك وأنا على عهدك ووعدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء لك بنعمتك علي وأبوء بذنبي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت فإنه لا يغفر الذنوب إلا أنت അടുത്ത ദിക്ർ اللهم أنت ربي اللهم أنت ربي لا إله إلا أنت لا إله إلا أنت عليك توكلت عليك توكلت وأنت رب العرش العظيم وأنت رب العرش ما العظيم شاء الله كان ما شاء الله كان وما لم يشأ لم يكن وما لم يشأ لم يكن ولا حول ولا قوة ولا حول ولا قوة إلا بالله العلي العظيم إلا بالله العلي العظيم أعلم أن الله على كل شيء قدير على كل شيء قدير وأن الله قد أحاط بكل شيء علما قد أحاط بكل شيء علما اللهم إني أعوذ بك اللهم إني أعوذ بك من شر نفسي من شر نفسي ومن شر كل دابة ومن شر كل دابة أنت آخذ بناصيتها أنت آخذ بناصيتها إن ربي على صراط مستقيم إن ربي على صراط مستقيم അല്ലാഹുവേ, ഭർത്താവിന് പ്രഷർ കൂടിയ കാരണം വലിയ പ്രയാസത്തിലാ. മക്കളുടെ കാര്യത്തിലൊക്കെ ചിന്തിച്ചിട്ടുള്ള പ്രയാസമാണ്. കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, നീ സലാമത്ത് നൽകണമേ അല്ലാ. കൊല്ലത്തുള്ളൊരു സഹോദരിയുടെ കാല് പൊട്ടി വലിയ വിഷമത്തിലാണ്. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ റാഹത്താവാൻ ദുആക്ക് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. നീ സലാമത്ത് നൽകണമേ റബ്ബേ, റാഹത്തിലാക്കണമേ അല്ലാ. ഉസ്താദേ, 1.5 വയസ്സുള്ള ആങ്ങളയുടെ പേരക്കുട്ടി കൊറോണ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. 1.5 വയസ്സാണ് റബ്ബേ, സലാമത്ത് നൽകണമേ അല്ലാ, ശിഫ നൽകണമേ അല്ലാ. അല്ലാഹുവേ, അല്പം മുമ്പ് വിദേശത്തുള്ളൊരു സഹോദരൻ വിളിച്ചിരുന്നു. ജോലി നഷ്ടപ്പെട്ട് വലിയ പ്രയാസത്തിലാ. ലക്ഷങ്ങൾ കടമുള്ള സഹോദരനാണ്. റാഹത്താവാൻ അല്ലാഹുവേ, നീ റാഹത്ത് നൽകണമേ അല്ലാ. മുഅ്മിനീങ്ങളെ, നമുക്ക് ആഫിയത്ത് വേണം. മറ്റൊരാൾക്ക് ഭാരമായി തളർന്ന് കുഴഞ്ഞ് കിടപ്പിലായി വിഷമത്തിലായി മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അവരുടെ മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയിൽ നമ്മൾ കിടപ്പിലായാൽ എത്ര വലിയ വിഷമാണ് റബ്ബേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്നും മനസ്സറിഞ്ഞ ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് കിടപ്പിലാകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും കാക്കട്ടെ. പൂർണ്ണമായ ആഫിയത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലി അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في سمعي اللهم عافني في بصري
بصري اللهم عافني في بصري لا إله إلا أنت لا إله إلا أنت اللهم إني أعوذ بك اللهم إني أعوذ بك من الكفر والفقر والفقر اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم ما أمسى بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر اللهم بك أمسينا وبك أصبحنا وبك نحيا وبك نموت وإليك المصير اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم عالم الغيب والشهادة فاطر السماوات والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركه وأن أقترف على نفسي سوءا أو أجره إلى مسلم اللهم إني أسألك العفو والعافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني
احفظني من بين يدي ومن خلفي ومن خلفي وعن يميني وعن يميني وعن شمالي وعن شمالي ومن فوقي ومن فوقي وأعوذ بعظمتك أن نغتال من تحتي أن نغتال من تحتي سبحان الله وبحمده سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته أعوذ بكلمات الله التامات من كل شيطان وهامة أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل عين لامة سبحان ربي العظيم وبحمده 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 اللهم إني أسألك مما عندك اللهم إني أسألك مما عندك أفض علي من فضلك وأفض علي من فضلك وانشر علي من رحمتك وانشر علي من رحمتك وأنزل علي من بركاتك وأنزل علي من بركاتك അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റജബിലെ ആദ്യത്തെ 10 ദിവസത്തിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റാണല്ലോ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. ഒരു 33 തവണ നമുക്ക് ഈ ആയിരങ്ങൾക്കൊന്നിച്ച ദിക്റൊന്ന് ചൊല്ലാം. എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം 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 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. അല്ലാഹുവേ നീ സ്വീകരിക്കണമേ റബ്ബേ, നീ കബൂലാക്കണമേ അല്ലാ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിജയവും ഞങ്ങൾക്ക് വിധിക്കണമേ അല്ലാ.
ഇനി ഇൻഷാ അല്ലാഹ് അസ്റിന് ശേഷം പ്രത്യേകമായി റജബിൽ ചൊല്ലേണ്ട ദിക്റിലേക്ക് പ്രവേശിക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ ഹയ്യുൽ ഖയ്യൂം അൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുൽ ദംബി ഗഫാറുൽ ദംബി വസത്താറുൽ ഉയൂബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ളർറൻ വലാ നഫഅ ലാ യംലികു ളർറൻ വലാ നഫഅ വലാ മൗതൻ വലാ ഹയാത വലാ മൗതൻ വലാ ഹയാത വലാ നുശൂറാ വലാ നുശൂറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം الذي لا إله إلا هو الذي لا إله إلا هو الحي القيوم الحي القيوم غفار الذنب غفار الذنب وستار العيوب وستار العيوب وأتوب إليه وأتوب إليه توبة عبد توبة عبد ظالم لنفسه ظالم لنفسه لا يملك ضرا ولا نفعا لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا موتا ولا حياة ولا نشورا ولا نشورا أستغفر الله العظيم أستغفر الله العظيم الذي لا إله إلا هو الذي لا إله إلا هو الحي القيوم الحي القيوم غفار الذنب غفار الذنب وستار العيوب وستار العيوب وأتوب إليه وأتوب إليه توبة عبد توبة عبد ظالم لنفسه ظالم لنفسه لا يملك لا يملك ضرا ولا نفعا ضرا ولا نفعا ولا موتا ولا حياة ولا موتا ولا حياة ولا نشورا ولا نشورا اللهم صل على سيدنا محمد അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമ്മളിൽ ഓരോരുത്തർക്കും നൽകട്ടെ. ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ റബ്ബേ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ അവരുടെയൊക്കെ ഖബർ ജീവിതം നീ ആ സന്തോഷത്തിലാക്കി കൊടുക്കണമേ റബ്ബേ.